അടിപൊളി. ഒരുപാട് താരങ്ങൾ അതായത് മലയാളത്തിലെ യുവതിയുടെ മൊത്തം ഈ സിനിമയിലുണ്ട്. The music is just too good. Amrit Ramnath is the music director of it. He's done such a great job, and everyone, like Nevin's comeback is just too good. Yeah, too good. I can't. I'm speechless. It's such a feel-good movie. Everyone should watch it. Definite comeback. You guys should watch it. Yeah, I don't want to spoil it, but it's definitely a comeback. Yeah. Very everyone like all the family members would enjoy this movie. Like it's such a feel good movie. Everyone should watch it. Yeah. Thank you. ரொம்ப நல்லா இருக்கு. ஆக்சுவலா ஐம் பேசிக்கலி ஃப்ரம் தமிழ்நாடு. இதுல 2 ലാംഗ്വേജും ഒരുമിച്ച് ഇത് ഒരു മൂവിയെ കമ്പൈൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ ഒരു அவருக்குள்ள இருக்கிற கெமிஸ்ட்ரி ஒரு விஷயத்தை அச்சீவ் பண்ணணும் அப்படின்றப்போ அவருக்குள்ள இருக்க சப்போர்ட் இது எல்லாமே வந்துட்டு ரொம்ப நல்லா கொடுத்துருக்காங்க. ஸோ வருஷங்கள் சேஷத்துல வந்துட்டு எனக்கு ரொம்ப பிடிச்ச கேரக்டர் பிரணவ் மோகன் சார். ஸோ அவரோட கேரக்டர் வந்துட்டு வரும்போது எல்லாமே வந்துட்டு ஒரு ஃபீல் நம்ம அதை ஒரு வைப் ஃபீல் பண்ண முடியுது. ஸோ டெஃபினெட்லி திஸ் மூவி இஸ் கோனா பி அ great movie in this year. So எல்லாரும் தியேட்டருக்கு வந்துட்டு இதை வாட்ச் செய்துட்டு நீங்களோட அபிப்பிராயம் பறையணும், சப்போர்ட் செய்யணும். தேங்க்யூ ஸோ மச். எப்படி இருந்துச்சு? நல்லா இருந்துச்சு. யாரை ரொம்ப பிடிச்சது? தெரியல, எல்லாரையும் பிடிச்சிருந்துச்சு. மியூசிக் எல்லாம் எப்படி இருந்துச்சு? நல்லா இருந்துச்சு. ലാസ്റ്റ് നിവിൻ പോളി പിടിച്ചിരുന്നു. അവർ പിടിച്ചിരുന്നതാ? അവരുടെ സീൻ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. നിവിൻ പോളിയുടെ സീൻസ് എല്ലാരും നിവിൻ പോളി ഇതിൽ പൊളിച്ചു. സോ അവരുടെ ക്യാരക്ടർ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ ദിസ് ഗോണ ബി ഒരു ഗ്രേറ്റ്, എല്ലാവർക്കുമേ ഒരു നല്ല ഒരു മൂവി ആയിട്ടുണ്ട്. താങ്ക് യു. സൂപ്പർ മൂവി. വിനീത് ശ്രീനിവാസന്റെ മറ്റൊരു മാജിക് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവി. ധ്യാനും പ്രണവും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ അടിപൊളിയാണ് രണ്ടുപേരും. പിന്നെ നിവിൻ പോളിയുടെ ഒരു കംബാക്കാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. നമുക്ക് പ്രണവിന്റെ കുറെ മാനസങ്ങളെ കാണുമ്പോൾ നമ്മള് മോഹൻലാലിന്റെ പഴയ മൂവിയിലെ കുറെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവരുടെ ഒരു 70s ആയിട്ടുള്ള സ്റ്റോറി പറഞ്ഞു പോകുന്നതാണല്ലോ. അപ്പൊ ഈ കാലഘട്ടം വരെയുള്ള സ്റ്റോറീസ് അപ്പൊ നമുക്ക് ഇതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഓരോരുത്തർ അനുഭവിച്ച സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ധ്യാനും പ്രണവങ്ങളുള്ള കോമ്പിനേഷൻ അടിപൊളിയാണ്. നല്ല സൂപ്പറായിട്ട് തോന്നുന്നുണ്ട്. സോറി, കരഞ്ഞു. ചെറിയ സീൻസിലൊക്കെ ഭയങ്കര ഇമോഷൻസ് ആവുന്നുണ്ട്. ചിരിച്ചും കരഞ്ഞ്. സെക്കൻഡ് ഹാഫിൽ നല്ല ഹ്യൂമർ വരുന്നുണ്ട്. ചിരിച്ചു. നിവിൻ പോളി അടിപൊളിയായിട്ട് ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയാം കംബാക്ക് മൂവിയാണ്. ശരിയാണ്. ഇഷ്ടപ്പെട്ടു. നിവിൻ പോളിനെ, പ്രണവ് അങ്കിളിനെ, ധ്യാൻ ശ്രീനിവാസ്. മോശമാക്കിയില്ല, പക്ഷെ അതിലും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയത് ധ്യാൻ തന്നെയാണ്. നമ്മൾ ധ്യാനിന്റെ ഇന്റർവ്യൂവും ബാക്കി പുള്ളിയുടെ ഒരു പുറത്തുള്ള ഒരു ഇത് കാണുമ്പോൾ ഓരോ ഏതല്ല സിനിമയില് പുള്ളി ആ ക്യാരക്ടറായിട്ട് ശരിക്കും ജീവിച്ച് പുള്ളി നന്നായിരുന്നു. പ്രണവായാലും കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചു. ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് അതാ പറയാനുള്ളൂ. ഒരുപാട് പേരെ പറ്റി വേണം. ആദ്യം താങ്ക് യു വിനീത് ശ്രീനിവാസൻ ഫോർ മേക്കിംഗ് ദിസ് മൂവി. രണ്ടാമത്തത് പ്രണവ്. ഹൃദയത്തിന് ശേഷം എന്താ പറയാ, പുള്ളി ഒരു നീറ്റ് പെർഫോമൻസ് പക്ക അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഒരു ചെറുപ്പകാലം മുതൽ അവസാനം വരെ, അത് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ ശ്രീനിവാസൻ. ആസ് ആൻ സ്റ്റാർക്കിഡ് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂസ് നമ്മൾ ഒത്തിരി ആളെ ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്ന രീതിയിൽ അധികം അപ്ലോഡ് ചെയ്ത് കണ്ടല്ല. പക്ഷെ ഇതിനകത്ത് പുള്ളിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ധ്യാൻ ശ്രീനിവാസനാണ്. സെക്കൻഡ് ഹാഫിൽ പിന്നെ വന്നതായിട്ടുണ്ട് നിവിൻ പോളി. ഫസ്റ്റ് ഹാഫ് കൂടുതലും ഇമോഷണൽ എന്ന കോമഡിയിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ അച്ഛനെ. പക്ഷെ സെക്കൻഡ് ഹാഫ് നിവിൻ മനോടി അതൊരു പക്ക കോമഡി എന്റർടൈനർ ആവും. നിവിൻ സീൻ മാറ്റി. ആക്ച്വലി സെൽഫ് ട്രോളിംഗ് ആണ്. പ്രണയൻ ട്രോളുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ ട്രോളുന്നുണ്ട്. ആൻഡ് നിവിൻ മനോടി എല്ലാം ലൈക്ക് ഒരു കോമഡി എന്റർടൈനർ ആണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിവിന്റെ ഒരു മികച്ച കമ്പാക്ക് ആയിരിക്കും. കാരണം നമ്മൾ നിവിനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ചാം, ആ ഒരു ഇന്നസെൻസ്, ക്യൂട്ട്നെസ്, അതൊക്കെ സൂപ്പറായിരുന്നു മൊത്തത്തില്. പിന്നെ പ്രണവ് ആൻഡ് ധ്യാൻ ശ്രീനിവാസന്റെ ആ കോംബോ അടിപൊളിയായിരുന്നു. എനിക്ക് നമുക്ക് പഴയ ലാലേട്ടൻ ശ്രീനിവാസൻ കോംബോ ശരിക്കും ഫീൽ ചെയ്യും. അവർ 2-3 ഡയലോഗ്സ് ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്.
ആൻഡ് 2-3 എക്സ്റ്റൻഡ് ക്യാമിയോസ് ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു കളക്റ്റീവ് മൂവിയുടെ വിജയം ആസ് ഓഫ് എൻ്റയർ ടീം. കേട്ടാ സാധാരണ ദിലീപ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്റർ അധികം ആരെയും കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ സങ്കടപ്പെടുത്താതെ പോകുന്ന റൈറ്ററാണല്ലോ. പക്ഷെ ഈ സിനിമയിൽ ഫിലിമിലുള്ളവരെയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ട്രോളുന്നവരെല്ലാവരും അടിച്ചങ്ങ് ട്രോളിയിട്ടുണ്ട്. എല്ലാവരും ട്രോളിയിട്ടുണ്ട്, ലൈക്ക് റിവ്യൂ പറയുന്നവരെ ട്രോളിയിട്ടുണ്ട്. ഇത് ആക്ച്വലി സിനിമ പറയുന്ന മൂവിയാണ്. ആൻഡ് സ്വയം വിനീത് ശ്രീനിവാസനെ, പ്രണവിനെ, നെപ്പോ കിഡ്സിനെ ആൻഡ് നിവിൻ വരുമ്പോ നിവിന്റെ ഡയലോഗ്സ് ഒക്കെ അടിപൊളിയാ. ലൈക്ക് സെൽഫ് ട്രോളിംഗ് ഉണ്ട്, പക്ഷെ അത് ഒത്തിരി എൻജോയബിൾ ആയി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് ലൈക്ക് നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. വർഷങ്ങൾക്ക് ശേഷം വന്നൊരു കൂട്ടായ്മയുടെ വലിയൊരു വിജയമാവട്ടെ. വിനീത് സിഗ്നേച്ചറിന്റെ ട്രേഡ് മാർക്ക്, വിനീതിന്റെ മാജിക്, അത് വിനീത് ശ്രീനിവാസന്റെ പടം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സ് നിറയും, വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. അത് ഈ സിനിമയിലുണ്ട്. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. പ്രണവ് ധ്യാൻ കോംബോ, സൂപ്പർ കോംബോ. പിന്നെ വിനീതിന്റെ മാജിക് തന്നെ പറയാം നമുക്ക്. പിന്നെ തിരിച്ചു വരുവാ, വമ്പൻ തിരിച്ചു വരുവാ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്യൂംബോളിയുടെ ഇതുപോലുള്ള പടങ്ങളാണ് ഇനി വരുന്നുണ്ട് ഈ ഒരു രീതിയിൽ. നല്ല ഫുൾ അപ്പിയറൻസ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയാണ്. നോക്കി പടം ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ. ഇല്ലില്ല, കണ്ടു. ഓക്കെ.